Big salute Indian Army. അമ്മ ശരിക്കും എന്താ സംഭവിച്ചത്? ആ ചേട്ടനോ? ആ ഏട്ടൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം മല കയറാൻ വേണ്ടിയിട്ട് പോയതാ. പിന്നെ ഞാനും എൻ്റെ ഏട്ടൻ്റെ കൂടെയൊക്കെ മല കയറാനൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ കുട്ടികളും പിന്നെ യുവാക്കളെല്ലാം അങ്ങനെയൊക്കെ ചെയ്യും. പ്രായമായ ആൾക്കാരും മല കയറാൻ വേണ്ടിയിട്ടൊക്കെ പോവും. ശരിക്കും ഈ ചോട്ടിന്ന് മുക്കാൽ ഭാഗവും കുന്നിൻ്റെ അവിടുന്ന് കാൽ ഭാഗവും അതിൻ്റെ അടിയിലെ പോയിട്ടിരിക്കുന്നത്. അവൻ എങ്ങനെ അവിടെ പോയി എത്തിയെന്ന് അവന് മാത്രം അവൻ പറഞ്ഞ് നടന്നിറങ്ങിയെന്ന് പറഞ്ഞു. വീണിട്ടില്ല അവൻ, അത് ഞാൻ സമ്മതിക്കില്ല. അവൻ വീണ് പറഞ്ഞാൽ സമ്മതിക്കില്ല. കാരണം അവൻ്റെ തൊപ്പിയോ ഫോണോ ഒന്നും നഷ്ടപ്പെടുത്തായിട്ടില്ല. ഒരാൾ വീണ് കഴിഞ്ഞാൽ കയ്യിലുള്ള ഉപകരണങ്ങൾ പോകണം. ഈ സാഹസികത മനുഷ്യന് വേണം. സാഹസികരായിട്ടുള്ള ആൾക്കാരാണ് ഈ ലോകത്തിൽ പലതും കണ്ടുപിടിച്ചിട്ടുള്ളത്. എവറസ്റ്റ് ആദ്യം കാണാൻ പോയ ആൾ മരിച്ചിട്ടുണ്ട്, കുറേ പേര് മരിച്ചു വീണിട്ടുണ്ട്. പക്ഷെ എവറസ്റ്റ് കീഴടക്കിയില്ലേ, അത് വലിയ ലോകത്തിൽ വലിയ അത്ഭുതമല്ലേ. അങ്ങനെ സാഹസികരായിട്ടുള്ള ആളുകൾക്കുള്ളതാണ് ഈ ലോകം. പിന്നെ മലമ്പുഴയിൽ ആ മലയിൽ 3 പേര് കയറി, 2 പേര് പകുതി വഴിക്കെത്തിയപ്പോൾ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ തിരിച്ചു പോന്നു. ബാബു എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി നോക്കി. പക്ഷെ അതിൻ്റെ ഇടയിൽ താഴെ ഇറങ്ങുമ്പോഴോ കാല് സ്ലിപ്പായിട്ടോ എന്തായാലും ആ പൊത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുടുങ്ങിപ്പോയി. പക്ഷെ ഉണ്ടല്ലോ, ബാബു സ്ട്രോങ് ആണ്. 40 മണിക്കൂറിന് മുകളിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളമില്ല. പക്ഷെ ആളെ മെസ്സേജ് കൊടുത്തു, ഞാൻ ഈ മരത്തിൻ്റെ പൊത്തിലുണ്ട്, മരത്തിൻ്റെ അല്ല മലയുടെ പൊത്തിലിങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഭക്ഷണമില്ല വെള്ളമില്ല. പക്ഷെ ആളുടെ ഒരു ധൈര്യം ഉണ്ടല്ലോ, സാഹസികനാണ് ബാബു. പക്ഷെ ബാബുവിനെ രക്ഷപ്പെടുത്തിയ ഇന്ത്യൻ ആർമി, നമ്മുടെ സൈന്യം, കേരള പോലീസിൻ്റെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ടീം, ഫുൾ ഒരു ടീമായിട്ട് ഇന്ത്യ മുഴുവൻ ഒന്നിച്ചു നിന്നിട്ട് ഒരു മനുഷ്യനെ, മലയിൽ കുടുങ്ങിയ ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തിയിട്ട് വന്നു. ആളുകൾ പറയുന്നത് സാഹസികതയൊക്കെ കാണിക്കുമ്പോൾ ഒക്കെ നോക്കിയിട്ട് വേണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സാഹസികത എന്ന് പറഞ്ഞാൽ എന്തായിട്ട് അർത്ഥം? എല്ലാം ഫുൾ സെറ്റപ്പ് ആക്കിയിട്ട് പോകുന്നതിന് സാഹസികത എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ സാഹസികത നമ്മുടെ ലൈഫിൽ വേണം. 124 hours എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. 124 അത്രയും നേരം ഒരു മലയുടെ ഇതുപോലെ ഇടയിൽ കുടുങ്ങിപ്പോയ ഒരു മനുഷ്യൻ്റെ കയ്യാൻ തോന്നുന്നു കുടുങ്ങിപ്പോയിരിക്കുന്നത്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. സിനിമയാണ്, നമ്മൾ ശ്വാസം കിട്ടൂല നമുക്ക് ആ സിനിമ കാണുമ്പോൾ, അത്ര മനോഹരം. ഇൻ ടു ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. അങ്ങനെ സാഹസികതയുള്ള കുറേ സിനിമകളൊക്കെ ഉണ്ട്. എന്തായാലും ആ മലമ്പുഴയിൽ കുടുങ്ങിപ്പോയ ബാബു എന്ന് പറയുന്ന ആ ചേട്ടനെ നമ്മുടെ ഇന്ത്യൻ ആർമി, കേരള പോലീസിൻ്റെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ടീം, ഒരു ഇന്ത്യ മുഴുവൻ ഒന്നിച്ച് നിന്നിട്ട് രക്ഷപ്പെടുത്തി എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഈ സാഹസിക ടൂറിസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ സർക്കാരും ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ എപ്പോഴും ശ്രദ്ധിക്കണം. പക്ഷെ ഇവരൊക്കെ ഈ ബാബുക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ആരുടെയും ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടൊന്നും അല്ല പോയത്. അവരിങ്ങനെ ചെറുപ്പക്കാരും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്നതാണ്. ഒരു മലയും കുന്നൊക്കെ കാണുമ്പോൾ എന്നാൽ പിന്നെ ഈ ആഴ്ച അതൊന്ന് പോയാലോ. പക്ഷെ അവൻ ചെയ്തത് തെറ്റാണ്, അതും ഞാൻ അംഗീകരിക്കുന്നു. മലയുടെ മുകളിൽ ഏത് കുട്ടികളും, എൻ്റെ മോനാണെങ്കിലും മറ്റുള്ള കുട്ടികളാണെങ്കിലും ആരും കയറാൻ പാടില്ല. ആശി വലുതാകുമ്പോൾ പോയില്ലേ ട്രക്കിങ്ങിന്. പക്ഷെ നല്ല ഷൂസ്, അതൊക്കെ വേണം. കയ്യോ കാലോ എവിടെ മുട്ടാതിരിക്കണം, ഒക്കെ സൂക്ഷിക്കണം. ബൂട്ട് വേണം, എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം പോവാൻ. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് ഒരു ബിഗ് സല്യൂട്ട്. ബാബുവിന്റെ ഒരു ചിരിയുണ്ട്. മുത്താണ് ബാബു അല്ലേ?